പ്രതിപക്ഷ നേതാവ് ഇന്നലെ നടത്തിയ പ്രസംഗം രാജ്യം നേരിടുന്ന ഏറ്റവും ഗൌരവമായിട്ടുള്ള പ്രശ്നങ്ങൾ അതിഗംഭീരമായിട്ട് തന്നെ പാർലമെന്റിൽ അവതരിപ്പിക്കുകയായിരുന്നു. ഇന്നലത്തെ ചർച്ചയിലും ഞങ്ങളത് സൂചിപ്പിച്ചിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് കൈകാര്യം ചെയ്ത മുഴുവൻ രാഷ്ട്രീയ വിഷയങ്ങളും നന്നായി തന്നെ അവതരിപ്പിക്കാൻ പ്രതിപക്ഷ നേതാവിന് കഴിഞ്ഞു. പക്ഷേ അതിൽ ഒരു കാര്യം ഒരു ചെറിയ ഒബ്ജക്ഷൻ ഞങ്ങൾ രേഖപ്പെടുത്തിയത് മതപരമായിട്ടുള്ള ചിഹ്നം ഉയർത്തി കാണിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ ആ പ്രസംഗത്തിന്റെ ചില ഉള്ളടക്കം അത് കൂടുതൽ വർഗീയത ആളിക്കത്തിക്കാൻ വേണ്ടി ബിജെപിക്ക് അവസരമുണ്ടാക്കുന്ന ഒരു സാഹചര്യമായി പോയി എന്ന് ഞങ്ങൾ ഇന്നലത്തെ ചർച്ചയിലും സൂചിപ്പിച്ചു. മതസാഹോദര്യത്തിൽ അധിഷ്ഠിതമായ നമ്മുടെ രാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകത്തെ മതവൈര്യത്തിന്റെ കലാപത്തിയിൽ ചുട്ടരിച്ച് വർഗീയ അജണ്ട നടപ്പാക്കുക എന്നതാണ് സംഘപരിവാറിന്റെ ലക്ഷ്യം. അത്തരത്തിലുള്ള ലക്ഷ്യത്തേക്ക് അവർക്ക് വിത്തിടുന്ന തരത്തിലാകരുത് നമ്മുടെ ഇടപെടലുകൾ. വർഗീയതയ്ക്ക് ബദൽ വർഗീയതയല്ല, വർഗീയതയ്ക്ക് ബദൽ മാനവികതയും മനുഷ്യ സ്നേഹവുമാണ്. അതുകൊണ്ട് ബിജെപിക്ക് പ്രയോജനപ്പെടുത്താനും പ്രചരണം നടത്താനുള്ള ഒരു അവസരം ഏതു ഭാഗമാണ്? അതെ, അല്ല, ഞാൻ മതപരമായിട്ടുള്ള ചിഹ്നം ഉയർത്തി കാണിച്ച് നടത്തിയ പ്രസംഗം, ആ പ്രസംഗത്തിൽ ഞാൻ ഒരു വാചകമോ വാക്കോ അദ്ദേഹം ഉപയോഗിച്ചതിനെ കുറിച്ചല്ല പറഞ്ഞത്. മതപരമായിട്ടുള്ള ചിഹ്നം ഉയർത്തി കാണിച്ച് നടത്തിയ പ്രചരണം അല്ലെങ്കിൽ പ്രസംഗത്തിന്റെ ആ ഭാഗം അത് കൂടുതൽ തെറ്റായ പ്രവണത ഉണ്ടാക്കാനും തെറ്റായ പ്രചരണം നടത്താനും RSSനും സംഘപരിവാറിനും അവസരമൊരുക്കുന്ന തരത്തിലേക്ക് ആയിപ്പോയി എന്നാണ് പറഞ്ഞത്. ഏതെങ്കിലും ഒരു വാക്കിനെയോ വാചകത്തെയോ ഞാൻ ചൂണ്ടിക്കാണിച്ചില്ല. ഞാൻ അധിക സമയം എടുക്കില്ല. പക്ഷേ എങ്കിലും എന്റെ ന്യായമായ സംശയം ഇതാണ്. ജയ് ശ്രീറാം വിളി മാത്രം കേട്ടുകൊണ്ടിരുന്ന രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠയുടെ പേരിൽ പ്രമേയം പാസാക്കിയ ഒരു പാർലമെന്റിൽ, ചെങ്കോൾ സ്ഥാപിച്ചിരിക്കുന്ന ഒരു പാർലമെന്റിൽ എല്ലാ മതചിഹ്നങ്ങളും എല്ലാ മതാശയങ്ങളും ചർച്ച ചെയ്യപ്പെടണം എന്നതാകണ്ടേ നമ്മുടെ രാഷ്ട്രീയം? അതെ, ഞാൻ ഹിന്ദുക്കളുടെ പേര് പറഞ്ഞ് ശരിക്കും ഹിന്ദുത്വ അജണ്ട നടപ്പാക്കുന്നവർ ഹിന്ദുക്കളുടെ പേര് പറഞ്ഞ് നടത്തുന്ന പ്രചരണം തെറ്റാണ്. ഹിന്ദു മതത്തിന്റെ ലക്ഷ്യം അതല്ല, അക്രമത്തിന്റെയും അതുപോലെ തന്നെ അത്തരത്തിലുള്ള വാസനകളുടെയും മതമല്ല എന്ന് പറഞ്ഞത് 100% കറക്റ്റ്. ഇപ്പൊ BJP ഇന്നലെ മുതൽ നടത്തുന്ന പ്രചരണം ഹിന്ദുക്കൾക്കെതിരായി ശ്രീ രാഹുൽ ഗാന്ധി സംസാരിച്ചു എന്നുള്ളതാണ്. അതിൽ 100% ശ്രീ രാഹുൽ ഗാന്ധി സംസാരിച്ച് കറക്റ്റ്. ഞങ്ങൾ മതപരമായിട്ടുള്ള ചിഹ്നങ്ങൾ ഉയർത്തിക്കാണിച്ച് നടത്തുന്ന പ്രസംഗത്തിന് അവർ കൊടുക്കുന്ന വ്യാഖ്യാനം മറ്റു തരത്തിലാണ്. ഇപ്പോ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ സമയത്ത് 13 സ്ഥലത്താണ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി വർഗീയ വിഷം ആളിക്കത്തിക്കുന്ന, ഭരണഘടനയെ ദുർബലപ്പെടുത്തുന്ന, സമൂഹത്തിൽ വിദ്വേഷമുണ്ടാക്കുന്ന പ്രസംഗം നടത്തിയത്. ആ പ്രസംഗം നടത്തി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, റിസൾട്ട് വന്നു. ആ റിസൾട്ട് കഴിഞ്ഞതിന് ശേഷമോ ഈ കഴിഞ്ഞ 10-25 ദിവസത്തെ സാഹചര്യം എടുത്തു നോക്ക്. ഉത്തർപ്രദേശിലെ പ്രതാപ്ഗഡില് തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിക്കെതിരെ വോട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് മുസ്ലിം പണ്ഡിതന്മാരെ തലക്കടിച്ചു കൊന്നത്. അതുപോലെ തന്നെ ഛത്തീസ്ഗഡിൽ പശുക്കടത്ത് ആരോപിച്ച് 3 മുസ്ലിം സഹോദരന്മാരെയാണ് ക്രൂരമായി തല്ലിക്കൊല്ലുന്ന സാഹചര്യം ഉണ്ടായത്. ബലിപ്പെരുന്നാളിന് അറക്കാൻ പശുക്കളെ കൊണ്ടുപോയി എന്ന് പറഞ്ഞ് തെലങ്കാനയിലെ മേദക്കിൽ സംഘപരിവാർ ആ കലാപം സൃഷ്ടിച്ചത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടു. അതുപോലെ ബീഫ് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു എന്ന് പറഞ്ഞ് മധ്യപ്രദേശിൽ 13 വീടുകൾ ക്രൂരമായി ആക്രമിച്ച് വീടുകൾ ഇല്ലാതാക്കി. അതുപോലെ ഉത്തർപ്രദേശിൽ മുസ്ലിം ഭൂരിപക്ഷ മേഖലയായ അക്ബർ നഗറിൽ 9 ദിവസം കൊണ്ട് 1200 വീടാണ് തകർത്തത്. അപ്പോ വലിയ തരത്തിൽ വിദ്വേഷത്തിന്റെ വിത്ത് വിതച്ചുകൊണ്ടിരിക്കുകയാണ് സംഘപരിവാർ. തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയുണ്ടായി എന്നുള്ള യാഥാർത്ഥ്യം, 10-60 സീറ്റ് നഷ്ടപ്പെട്ടു എന്നും കഷ്ടിച്ച് ഭരണത്തിൽ തുടരുകയാണെന്നുള്ള യാഥാർത്ഥ്യം ഉള്ളപ്പോഴും അവർ വിദ്വേഷത്തിന്റെ രാഷ്ട്രീയം തന്നെയാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അധികാരത്തെ ഊട്ടിയുറപ്പിക്കുന്നു എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. നോക്കൂ, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് 4 നിയമസഭകളിൽ വിജയിച്ചു. ഇനി വരാൻ പോകുന്ന നിയമസഭകളിലും ഞങ്ങൾ വിജയിക്കും, ഞങ്ങൾക്കാണ് ഭൂരിപക്ഷത്തിന്റെ മാൻഡേറ്റ് എന്നാണ് ഇന്നും ആവർത്തിച്ചു പറയുന്നത്. ഭരണഘടനയെ അസ്ഥിരപ്പെടുത്തുക, പ്രതിപക്ഷ നേതാക്കന്മാരെ അല്ലെങ്കിൽ പ്രതിപക്ഷത്തെ പണാധിപത്യം കൊണ്ട് കീഴടക്കുക, പ്രതിപക്ഷത്തെ പ്രധാനപ്പെട്ട മുഖ്യമന്ത്രിമാരെ കള്ളക്കേസിൽ കുടുക്കുക എന്ന നയം, അത്തരത്തിലുള്ള നയങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയുണ്ടായിട്ടും തിരുത്താൻ BJP തയ്യാറാകുന്നുണ്ടോ? ഇപ്പൊ അരവിന്ദ് കെജ്രിവാളിനെതിരെ CBI അന്വേഷണവും പ്രഖ്യാപിച്ച് CBI കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിച്ചു. അദ്ദേഹം എത്ര നാളായി ജയിലിൽ കിടക്കുന്നു? എന്തിയാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ചെയ്യാത്ത? ട്രയൽ കോടതി ജാമ്യം കൊടുത്തുകൊണ്ട് ഇത് ബെയിൽ കൊടുക്കേണ്ട കേസാണെന്നും ഒരു തരത്തിലും തെളിവില്ലെന്ന് കണ്ടെത്തി ജാമ്യം ഉത്തരവിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോൾ CBI കൊണ്ട് അന്വേഷണം നടത്തുന്നു. ഇപ്പൊ CPM അടക്കമുള്ള കക്ഷികൾക്കെതിരെയും ED അടക്കമുള്ള അന്വേഷണം ശക്തിപ്പെടുത്തുന്ന സാഹചര്യമുണ്ട്. അതുപോലെ മാധ്യമങ്ങൾക്കെതിരെ കേസ് കൊടുക്കുന്ന സാഹചര്യം അതേപോലെ തുടരുകയാണ്. അതുപോലെ തന്നെ അരുന്ധതി റോയ്ക്കെതിരെ പ്രോസിക്യൂഷന് അനുവാദം കൊടുക്കുകയാണ്. തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്ക് ഭരണത്തിൽ തുടരാൻ വീണ്ടും അവസരം കൊടുക്കുന്നു. ഇപ്പൊ പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി, ദേശീയ ഉപദേഷ്ടാവ്, സുരക്ഷാ ഉപദേഷ്ടാവ്, അവർക്കെല്ലാം എക്സ്റ്റൻഷൻ കൊടുക്കുകയാണ്. അപ്പോ എന്താണോ സംഘപരിവാർ കഴിഞ്ഞ 10 വർഷമായി തുടർന്നുകൊണ്ടിരിക്കുന്നത്, അത് മതേതരത്വത്തിന്റെ
കടക്കൽ കത്തിവെക്കുന്നതാകട്ടെ, ഭരണഘടനയെ ദുർബലപ്പെടുത്തുന്നതാകട്ടെ, ഫെഡറലിസം തകർക്കുന്നതാകട്ടെ, പ്രതിപക്ഷത്തെ ഇല്ലായ്മ ചെയ്യട്ടെ. ബെഹ്റയ്ക്ക് നീട്ടിക്കൊടുക്കുന്നത് പോലെയല്ലേ ഉള്ളൂ അരുൺകുമാർ, അത് വിട്ടേക്കൂ. പക്ഷെ അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താ, ഇന്നിപ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഇരവാദം ഉന്നയിക്കുന്നു ഈ നേതാക്കൾ. രാഹുൽ ഗാന്ധി സവർക്കറുടെ പേരിൽ അറസ്റ്റിലായി ജാമ്യത്തിൽ വന്നിട്ട് അദ്ദേഹം ഇരവാദം ഉപയോഗിക്കുകയാണ് എന്നാണ്. അല്ലല്ല, ഇവിടെ പ്രതിപക്ഷം ശക്തമായി ഈ രാജ്യത്ത് നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചാൽ അത് ഇരവാദമാണ്, അത് വലിയ തരത്തിൽ വിദ്വേഷമുണ്ടാക്കുന്നതാണ്, നുണ പ്രചരിപ്പിക്കുന്നതാണ് എന്ന രൂപത്തിലാണ്. ഇവിടെ നമുക്ക് അന്നം നൽകുന്ന കർഷകർ നടത്തിയ സമരത്തെ ഈ പ്രധാനമന്ത്രി വിളിച്ചതേ അർബൻ നക്സലൈറ്റുകൾ നടത്തുന്ന സമരം, ഖാലിസ്ഥാൻ വാദികൾ നടത്തുന്ന സമരം, പാകിസ്ഥാൻ വാദികൾ നടത്തുന്ന സമരം എന്നാണ്. ഏത് കർഷകരുടെ സമരത്തെ വിളിച്ചത് ആ പ്രധാനമന്ത്രിക്ക് എങ്ങനെ മറ്റു തരത്തിലുള്ള പ്രതിഷേധങ്ങളെയും പ്രക്ഷോഭങ്ങളെയും ചൂണ്ടിക്കാണി Debate with Arun Kumar.